ഹലോ എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം തമാശ എന്ന മട്ടില് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ ഒരു കമന്റ് ബെസ്റ്റിയാലിറ്റിയെ കുറിച്ച് സൂഫോലിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മനോവൈകല്യമാണ്. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ബെസ്റ്റിയലായിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാ മതങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നെക്രോഫീലിയ ഉള്ള ഒരുപാട് ആളുകൾ ശവഭോഗം ചെയ്യുന്നവരാണ്. മൃഗഭോഗം ശവഭോഗം എന്ന് പറയുന്നത് മാനസിക വൈകല്യമുള്ള ആളുകളാണ്. അതിന് ഇന്ന ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്, ഇന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. അത് വളരെ എന്താണ് പറയുന്നത്, അതൊരു നല്ല കമന്റായിട്ട് എനിക്ക് തോന്നിയതിന് എനിക്ക് ആ തമാശ എൻജോയ് ചെയ്യാൻ പറ്റിയതുമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് യൂറോപ്പിൽ നിന്ന് ട്രക്കുകളിൽ ഇഷ്ടംപോലെ ആടുകളെ ജിഹാദികൾക്ക് കൊണ്ടുകൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു മനോവൈകല്യമാണ്. അത് ജാതി മത വ്യത്യാസമൊന്നുമില്ല. ജിഹാദികൾക്ക് അതുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ വിഷമിക്കുന്നത്? സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ലല്ലോ പറയുന്നത്. എടാ എന്നെ കുത്തുവാള എടുപ്പിക്കാനാണോടാ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്? എക്സ് മുസ്ലിം അവിടെ ഉണ്ടായിരിക്കും. ഞാൻ പറയാം ജിഹാദി എന്നല്ല, ഏത് മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലും അതൊരു മനോരോഗമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മനോരോഗമാണെന്നേ പറഞ്ഞുള്ളൂ. ഇയാൾ അങ്ങനെ വ്യാഖ്യാനിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. തെറ്റിദ്ധരിപ്പിക്കൽ വേണ്ടി ഈ ചർച്ച അവസാനിപ്പിക്കാൻ നേരത്തെ സ്ഥിരം പരിപാടിയാണ്. നമ്മളുടെ ഈ സെന്റർ ഫ്രഷിന്റെ പരസ്യമാണ് എനിക്ക് ഓർമ്മ വരാറ്. ഇതൊരു ലൈംഗിക വൈകൃതമാണ്, ഒരു സംശയമില്ല. ഇതൊരു സെക്ഷൽ പെർവേർഷൻ ആണ്, സംശയമില്ല. പക്ഷേ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കിതാബിലുള്ള കാര്യമാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇത് ബഹസ്തി സവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടാവുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നമ്മളുടെ ദിയോബന്ദ് മദ്രസയിൽ നിന്നും ആ പുസ്തകത്തിൽ അത് കണ്ടെത്തി അവിടുന്ന് ഡിലീറ്റ് ചെയ്തതിന്റെ വിഷയം ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. ഈ പാർട്ടി ക്ലാസ്സിൽ നടക്കണോണ്ടുള്ള കുഴപ്പമാണത്. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. അപ്പൊ ഇത്തരം സംഗതികൾ ഇവിടുത്തെ മദ്രസകളിൽ അടക്കം പഠിപ്പിക്കുന്നു. പക്ഷെ ഇതെന്താ വിഷയം? ഇത് ജിഹാദികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. സാധാരണ നമ്മളെ നാട്ടിൽ പോകുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അത് ചെയ്യുന്നു എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ജിഹാദികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പക്ഷേ എന്താ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് വല്ല റിക്രൂട്ട്മെന്റ് വല്ല നടത്തുന്നുണ്ടോ ജിഹാദി ഓഫീസ് ഈ കൂട്ടത്തിലേക്ക്? പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. നിങ്ങൾ എന്തിനാ വെറുതെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലാവാത്തത്? ജിഹാദികൾ ചെയ്യുന്നുണ്ട്, മൃഗഭോഗം അതുപോലെ ശവഭോഗം ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയും, അത് ആര് ചെയ്താലും നമ്മൾ പറയണം. അത് ജിഹാദികൾ ചെയ്യുമ്പോൾ അത് പറയരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ കുഴപ്പമാണ്? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല.